ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി വീക്ക് ഓപ്പണിംഗ് ആണ്. അതിനുശേഷം നല്ല വൊളാറ്റിലിറ്റിയും കണ്ടേക്കാം. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യയിലെ ഇന്ന് എല്ലാ മാർക്കറ്റുകളും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കയിൽ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലുള്ള സെൽ ഓഫ് തന്നെയാണ് ഇന്നലെ അമേരിക്കയിൽ കണ്ടത്. ഡൗ ജോൺസ് 699.57 പോയിന്റ് വീക്കായിട്ടും, അതുപോലെ തന്നെ S&P 120.89 പോയിന്റ് വീക്കായിട്ടും, നാസ്ഡാക്ക് 516.01 പോയിന്റ് വീക്കായിട്ടും, റസൽ 2000 17.61 പോയിന്റ് വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് S&P 500 വീക്സ് 32.64 ക്ലോസ് ചെയ്തിരിക്കുന്നത്. മിനിഞ്ഞാന്നത് 30 ഇതും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വൊളാറ്റിലിറ്റിനെ തന്നെയാണ് അമേരിക്കൻ മാർക്കറ്റിൽ. അതോടൊപ്പം തന്നെ യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ വീക്ക് ഓപ്പണിങ്ങും അതിനുശേഷം വൊളാറ്റിലിറ്റിയും ടുവേഴ്സ് ദ എൻഡോട് കൂടിയിട്ട് മാർക്കറ്റ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്നലത്തെയും ഇന്നത്തെയൊക്കെ താരം എന്ന് പറയുന്നത് വീണ്ടും ഗോൾഡ് തന്നെയാണ്. ഗോൾഡ് ഇന്ന് മോർണിംഗിൽ $3359.9 പെർ ഔൺസ് പുതിയ സ്പോട്ട് റെക്കോർഡ് ഹൈറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗോൾഡിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ വളരെ പോസിറ്റീവാണ്. കഴിഞ്ഞ പോഡ്കാസ്റ്റുകളിലെല്ലാം തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഇൻഡിക്കേഷൻ തന്നെയാണ് നൽകിയിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഇന്ന് എല്ലാ കമ്മോഡിറ്റികളും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ $66.10 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. ഇന്ന് മോർണിംഗിൽ 85.60 US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ഇന്ത്യൻ റുപ്പിയുടെ റേറ്റ്. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും Q4 റിസൾട്ടുകളും മറ്റ് എക്കണോമിക് ന്യൂസ് ഫ്ലോസ് ആണ് മേജറായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓഫ് കോഴ്സ് താരിഫ് റിലേറ്റഡ് ഇഷ്യൂസ് അതിൻ്റേതായ വൊളാറ്റിലിറ്റി ഗ്ലോബൽ മാർക്കറ്റുകൾ ഉണ്ടാക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റൊക്കെ നമുക്ക് കണ്ടേക്കാം. അല്ലാത്ത പക്ഷം നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ളൊരു എക്സ്പെക്റ്റേഷൻ ആണുള്ളത്. ഇനി അമേരിക്കയിൽ വലിയ രീതിയിലുള്ള ന്യൂസ് ഫ്ലോസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായൊരു ബിഗ് വൊളാറ്റിലിറ്റി ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീജർക്ക് റിയാക്ഷനൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടേക്കാം. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ ജപ്പാനും US തമ്മിൽ താരിഫ് റിലേറ്റഡ് ഡിസ്കഷനൊക്കെ നടക്കാൻ പോവുകയാണ്. മിക്കവാറും ഒരു എഗ്രിമെൻറ്റിൽ എത്തുന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. തീർച്ചയായിട്ടും ജപ്പാനെ സംബന്ധിച്ചും ഏഷ്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ചും പോസിറ്റീവ് ആയേക്കാം. അതോടൊപ്പം തന്നെ അമേരിക്കൻ മാർക്കറ്റിലെ സെൽ ഓഫിൽ ബോണ്ട് സെൽ ഓഫിലൊക്കെ ജപ്പാനും ചൈനയ്ക്കൊക്കെ വലിയ രീതിയിലുള്ളൊരു റോൾ ഉണ്ടായിരുന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ US ഫെഡ് ഇന്ന് മോർണിംഗിൽ പുറത്തുവിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ഫെബ്രുവരി മാസത്തിൽ ജപ്പാനും ചൈനയും US ട്രഷറി ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടിയിരിക്കുകയെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും മാർച്ചിലത്തെ ഫിഗറിന് ശേഷം അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്കിലെ ഫിഗറിന് മാത്രമാണ് നമുക്ക് ഈ രാജ്യങ്ങൾ സെല്ല് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ സാധിക്കുള്ളൂ. പക്ഷേ ജപ്പാൻ പറഞ്ഞിരിക്കുന്നത് സെല്ല് ചെയ്യില്ല. ചൈനയുടെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ അമേരിക്കയിലത്തെ സ്റ്റോക്ക് മാർക്കറ്റ് അപ്ഗ്രേഡ് നോക്കുകയാണെങ്കിൽ മോർഗൻ സ്റ്റാൻലി അമേരിക്കയിലെ എല്ലാ ഡിഫൻസ് സ്റ്റോക്കുകളെയും അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. മുമ്പ് യൂറോപ്പിലായിരുന്നു വലിയ രീതിയിൽ ഡിഫൻസ് സ്റ്റോക്കുകൾ റാലി ചെയ്തിരുന്നത്. ഇപ്പോൾ അമേരിക്കയിലും ആ ഡിഫൻസ് സ്റ്റോക്കുകളെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. പൊതുവേ ഇത് ഗ്ലോബലി എല്ലാ ഡിഫൻസ് സ്റ്റോക്കുകളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. ഇന്ത്യനെ സംബന്ധിച്ചും പോസിറ്റീവാണ്. US ഫെഡിൻ്റെ ചെയർമാൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷമാണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ളൊരു സെൽ ഓഫ് ഒക്കെ കണ്ടത്. ജെറോം പവൽ പറഞ്ഞിരിക്കുന്നത് ട്രംപിൻ്റെ താരിഫ് എക്കണോമിക്ക് ദോഷമാണ്, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ കൂട്ടും, അതുകൊണ്ട് US ഫെഡ് അടുത്തൊന്നും ഇൻട്രസ്റ്റ് കുറച്ചേക്കില്ല എന്നുള്ളൊരു ഹിൻ്റാണ് അദ്ദേഹം നൽകിയത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ കണ്ടത്. ഇനി നമ്മൾ നമ്മുടെ Q4 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ വിപ്രോ Q4 അതുപോലെ തന്നെ ആനുവൽ റിസൾട്ടുകളൊക്കെ ആസ് പെർ എക്സ്പെക്റ്റേഷൻ തന്നെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. റവന്യൂ സ്ലൈറ്റ്ലി വീക്കാണ് ഇയർ ടു ഇയർ കമ്പയർ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ഒരു റിക്കവറി മോഡാണ്. അതോടൊപ്പം തന്നെ Q1 ഗൈഡൻസ് 2025-26 ധനകാര്യ വർഷത്തെ ഗൈഡൻസ് അവർ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒരു പക്ഷേ വിപ്രോ സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടാക്കിയേക്കാം. പക്ഷേ ഓവറോൾ നമ്മൾ ഫണ്ടമെൻ്റൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അറ്റ് എവരി ഫാള് വിപ്രോ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ Q4 റിസൾട്ടുകൾ പുറത്തിട്ടുള്ള കമ്പനികൾ സ്വരാജ് എൻജിൻസ്, വാരി റിന്യൂവബിൾ ടെക്നോളജീസൊക്കെയാണ്. നല്ല റിസൾട്ടുകളാണ് ഈ കമ്പനികളെല്ലാം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റേതായൊരു ഇമ്പാക്റ്റ് ഇന്ന് ആ സ്റ്റോക്ക് പ്രൈസുകളിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്.
ഇനി നമ്മൾ അൺലിസ്റ്റഡ് സ്പേസ് നോക്കുകയാണെങ്കിൽ NSE യുടെ സ്റ്റോക്ക് ഷെയറുകൾ വാങ്ങാനായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും. മുമ്പ് 3-4 മാസം വരെ കാത്തിരിക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ NSE ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ 100 ക്വാണ്ടിറ്റി ആയിട്ടൊക്കെ വാങ്ങാൻ സാധിക്കും. ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടും. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ അൺലിസ്റ്റഡ് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അത്. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് NSE. ഇനി ഓവറോൾ നമ്മൾ ഇന്നത്തെ Q4 റിസൾട്ടുകൾ ഇൻഫോസിസ് ഉണ്ട്, ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ഉണ്ട്, HDFC ലൈഫ് ഉണ്ട്, HDFC AMC ഉണ്ട്, ടാറ്റ എലക്സി ഒക്കെ ഉണ്ട്. ഇന്ന് പൊതുവെ ഗ്ലോബൽ മാർക്കറ്റിൽ വോളിയം കുറവായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്, പ്രത്യേകിച്ച് അമേരിക്കയിൽ. നാളെ ഹോളിഡേ ആണ്. ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഒരുപക്ഷെ ചൈനീസ് അല്ലെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ ഒഴികെ എല്ലാ മാർക്കറ്റുകളും ഗ്ലോബലി ഈസ്റ്റർ ഹോളിഡേയ്സ് ദുഃഖവെള്ളി പ്രമാണിച്ചൊക്കെ ഹോളിഡേ ആണ്. ഇനി മൺഡേ ആണ് നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റുള്ള ഇന്ന് നമ്മുടെ ഈ ആഴ്ചയിലത്തെ അവസാനത്തെ ട്രേഡിംഗ് ഡേ ആണ്. തീർച്ചയായിട്ടും മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി ഒക്കെ കണ്ടേക്കാം. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങാനുള്ളൊരു അവസരമാണ് ഓരോ മാർക്കറ്റ് വൊളാറ്റിലിറ്റി നമുക്ക് നൽകുന്നത്. അടുത്ത ദിവസങ്ങളിൽ ജപ്പാനും US തമ്മിലുള്ള എഗ്രിമെൻറ്റ് വന്നേക്കാം. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് മാർക്കറ്റിൽ കണ്ടേക്കാം. അപ്പോൾ ഒരു പോസിറ്റീവ് വ്യൂ കീപ്പ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് ട്രേഡിംഗ് ആരംഭിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ 2 സ്ട്രോങ് പിക്കുകൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനായിട്ട് ട്രേഡിംഗ് ടെർമിനലിൽ കൂടി നൽകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.